മോറ്റൊഴിക്കടുത്ത് മാറാടി പഞ്ചായത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് കായനാട് എന്ന് പറഞ്ഞത്. കായനാട് റക്കാട് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. ആ പാലമാണ് നമുക്ക് കാണുന്നത്. ഈ പാലത്തേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ പള്ളിയുണ്ട്. ഇതൊക്കെയാണ് ഒരു സ്പെഷ്യാലിറ്റി. ശാന്തമായ സ്ഥലമാണ്. ഇവിടെ കുന്നുകളുണ്ട്, പുഴയുണ്ട്, പിന്നെ ഫാം ലാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെയാണ് ശാന്തമായ ഒരു നാട്ടിൻപുറം ഗ്രാമപ്രദേശം എന്ന് പറയാം. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയുടെ ഇവിടെ കാണാൻ നല്ല കുത്തൊഴുക്കാണ്. ഈ പാലത്തിൻ്റെ അപ്പർ സൈഡാണെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടാണ്. കാരണം അടിയിൽ ചെക്ക് ഡാമാണ്. അപ്പോൾ ഡാം കെട്ടിയിട്ട് ഒരു തടം കെട്ടി വെച്ചിട്ട് വെള്ളം ഒഴുക്കി വിടുന്നു. ഇതേ ഉള്ള ഉദ്ദേശം. അപ്പോൾ ചെറിയൊരു ഡാം, അതിൻ്റെ മുകളിൽ കൂടെ ഒരു പാലം. പക്ഷേ ഇത് ഞാൻ ഇത്രയും കാലം ജീവിച്ചു നിന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ കാണുന്നു എന്നുള്ളതല്ല, ഓരോ സംഭവങ്ങൾ കണ്ടെത്തിയിട്ട് കാണണം. അതിപ്പോൾ വളരെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടാവും, അകലുള്ള സ്ഥലങ്ങളുണ്ടാവും. ഇത് നമ്മുടെ മോറ്റുഴ കോലഞ്ചേരിക്ക് അടുത്തുള്ള കായനാട് റക്കാട് ചെക്ക് ഡാം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ അടുത്തിടെയാണ് ഇതിനെപ്പറ്റി കേട്ടത്. ഇതൊരു ചെക്ക് ഡാമാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഇപ്പോൾ നല്ല കുത്തി ഒഴുകി പോകുന്ന പുഴ കാണാം. ഇത് മോറ്റുഴയാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശാന്തമാണ്. കാരണം ഇതിൻ്റെ അടിയിൽ ഞാൻ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ അടിയിൽ തട കെട്ടിയിട്ടുണ്ട്, ചെക്ക് ഡാം പോലെ. അപ്പോൾ അത് കണ്ട് പിന്നെ അവിടെ നിന്ന് വെള്ളം മോളിക്കട കുത്തി ഒരിച്ച് തന്നെയാണ് ഈ കാണുന്നത്. അപ്പം ഒരു സൈഡിൽ ശാന്തമായ പുഴ, അപ്പുറത്ത് അശാന്തയായ പുഴ. ഇത് കാണുന്ന നല്ല രസമുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ചെറുതായിട്ടൊക്കെ വികസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ അടുത്ത് ഒരു പള്ളിയിലെന്തോ ഒരു ഫംഗ്ഷൻ നടപ്പുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരോട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലാണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ കുത്തി ഒലിച്ച് കാണുന്ന നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കാണാൻ വന്നത്. ഇതൊരു അപൂർവമായ കാഴ്ചയാണ്. ഇങ്ങനെ അപൂർവങ്ങളായ കുറേ കാഴ്ചകൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളത് കണ്ടെത്തി കാണുക, പിന്നെ വീടെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ശാന്തമായൊരു സ്ഥലമാണിത്. ഇത് നമ്മൾ പോയതിൻ്റെ ഞാൻ ലെഫ്റ്റിൽ നിന്ന് എടുത്തൊക്കെയാണ്. ഈ ഒരു പാലം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു ഗ്രാമപ്രദേശം തുടങ്ങിയാണ്. പക്ഷേ ഇത് നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. എന്നാൽ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ആൾക്കാരൊന്നും അവിടെ ഇല്ല. വളരെ ശാന്തമായ സ്ഥലം, ആർക്ക് വേണമെങ്കിലും പോകാം, ഒരു മനുഷ്യനുമില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കാം. അവിടെ നല്ല നട്ടുവെച്ചിക്കാൻ ചെന്നാൽ, പക്ഷെ എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി കുറേ നേരം. അത്ര ശാന്തമാണത്. ഈ പുഴ ഒഴുകാനും കാണാൻ രസമുണ്ട്. അപ്പോൾ ഈ മോറ്റുഴ ആറിന് ഇങ്ങനെ ഒരു രൂപങ്ങയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെക്ക് ഡാമിൻ്റെ അടുത്ത് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചെക്ക് ഡാമായിട്ട് തന്നെ തോന്നില്ല, ഒരു പാലമായിട്ടേ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കണം, മനസ്സിലാവും ഇത് ചെക്ക് ഡാം ആണല്ലോ ഈശ്വര എന്ന് നമ്മൾ പറയുക. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടമറ്റത്തേക്കാണ് പോയത്. തൊട്ടടുത്ത് കടമറ്റം പള്ളിയാണ്. ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. കടമറ്റം പള്ളി പോയിട്ട് കുറേ കാലം പണ്ടങ്ങാണ്ട് പോയതാണ്. അന്ന് അവിടെ ഈ കോഴീനെ വെട്ടിയിട്ട് അവിടുത്തെ ഒരു കിണറ്റിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തിച്ചു. ആൾക്കാരെ അന്ധവിശ്വാസം കൂട്ടുക, അതിൽ അവർ അന്ധവിശ്വാസത്തിന് കാശുണ്ടാക്കുക എന്നുള്ള കുറേ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്ന കുറേ കാര്യങ്ങളാണല്ലോ പല കാര്യങ്ങളും. അങ്ങനെയാണല്ലോ ഈ ഇതേപോലുള്ള സ്ഥാപനങ്ങളൊക്കെ വികസിച്ച് വരുന്നതും. എനിവേ, ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഒരു പൈതൃക സ്വത്തായിട്ട് വേണം കണക്കാക്കാം. കാരണം ഇതിൻ്റെ ബിൽഡിംഗ് ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ പഴയ കാലത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ കുറേ ഗുണങ്ങൾ നമുക്കിങ്ങനെ പള്ളി, അമ്പലം ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത്. പിന്നെ ഒരു ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. കടമറ്റം പള്ളിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇത് വളരെ ഐതിഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടും കുറേ ഫേമസ് ആയ പള്ളിയാണ്. കടമറ്റ അച്ഛൻ എന്ന ആളുടെ പള്ളിയാണ്. പുള്ളി ജീവിച്ചിരുന്നപ്പോൾ ഇവിടെയായിരുന്നു വസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം മാന്ത്രികനായിരുന്നു. ധാരാളം മന്ത്രവാദങ്ങളെ ചെയ്തിട്ട് ഇവിടെ വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ സീരിയൽ വഴിക്കും കടമറ്റത്തിനെ നമുക്കറിയാം. ഇവിടെ പണ്ടൊരു കോഴീനെ നമ്മുടെ നേർച്ചയായിട്ട് കൊടുക്കാമെന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്നറിയില്ല. പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുളത്തിലേക്ക് ഈ കോഴീനെ കൊന്നിട്ട് ഇടുന്നൊക്കെ പറഞ്ഞു കേട്ടു. പണ്ട് പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇവിടെ വഴിക്കൂടെ പോയപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രം. പള്ളിയുടെ ഉൾവശത്തേക്ക് കയറുകയാണ്. എന്തായാലും ഇവിടെയൊക്കെ ഇപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗാണ് കാണുന്നത്. സൈഡിലെ ആ ഒരു ലൈറ്റൊക്കെ കൊടുത്തേക്കണം, നല്ല മനോഹരമായിട്ടുണ്ട്. ഇങ്ങനത്തെ ഫാനൊക്കെ പിന്നെ പള്ളിയിൽ പോലെ കാണാൻ പറ്റുള്ളൂ. ഇത്ര നീളത്തിൽ തൂങ്ങി കിടക്കുന്ന ഫാനൊക്കെ ഏത് പള്ളിയിൽ പോലെ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ പഴമ നിർത്തിയ രീതിയിൽ തന്നെ കേരള ആർക്കിടെക്ചർ സ്റ്റൈൽ വെച്ചുകൊണ്ട് തന്നെ അത് നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് എലിവേറ്റഡ് ഏരിയ ആയ കാരണം കുറേ ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം ഒറ്റ നടത്തിൽ തന്നെ.
ഇപ്പോൾ പള്ളിയും വീടുകളും കേരളം മുഴുവൻ നല്ല മോഡേണും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്യാഷ് ഇഷ്ടംപോലെ എല്ലായിടത്തും കിട്ടിക്കഴിഞ്ഞു. ഇത് ഇവിടുത്തെ ശവക്കോട്ടയാണ്. സെമിത്തേരിക്ക് വളരെ അടുത്ത് കൂടെയാണ് ഞാൻ പോകുന്നത്. ഈ സെമിത്തേരി അടുത്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിലും രാത്രി പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പണ്ട് വീട്ടിലാത്തൊരു പറയണ്ടായിരുന്നു. കാരണം ഈ ഫോസ്ഫറസിൻ്റെ ഈ ലൈറ്റ് തീ എത്തണ പോലെയൊക്കെ തോന്നുന്നൊക്കെ പറഞ്ഞിട്ടു. അത് ഫോസ്ഫറസ് ഉള്ള കാരണമാണ് കത്തണ പോലെ നമുക്ക് തോന്നും. അല്ല, അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒന്ന് ഓർമ്മിച്ച് മാത്രം. സോ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.